മാങ്ങാണ്ടിയുടെ പുതിയ ഓഡിയോ വിവാദത്തിന്റെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. ഒരു കാര്യം പറയാമല്ലോ, ഈ പഠിച്ച കള്ളനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ കാണണം. ഈ പഠിച്ച കള്ളന്മാർ അതിനി എത്ര കള്ളം ചെയ്ത് കൈയോടെ പിടിച്ചാലും ആ കള്ളന്മാരുടെ പ്രത്യേകത എന്താണ്? അവരല്ല ചെയ്തതെന്നുള്ള നിലയ്ക്ക് വളരെ വിദഗ്ധമായിട്ട് അഭിനയിച്ച് നിൽക്കും. അതാണ് ഇന്നിപ്പോൾ കണ്ടത്. അതിനിടയിൽ ഒരു ചോദ്യം മാങ്ങാണ്ടി നേരിടുന്ന കണ്ടു. അതായത്, ഈ ഓഡിയോ നിങ്ങളുടേതാണോ? എന്തിനാണ് നിങ്ങൾ ഓഡിയോ എടുത്ത് കൊടുത്തതിന് ശേഷം എന്നോട് വന്ന് ചോദിക്കുന്നത്? മാധ്യമപ്രവർത്തനം എന്താണ്? സാധാരണഗതിയിൽ എനിക്കെതിരെ ഞാൻ പീഡിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ ഓഡിയോ കിട്ടിയാൽ, രാഹുലെ ആ പീഡിപ്പിച്ച ഓഡിയോ നിന്റെ തന്നെ എന്ന് അങ്ങോട്ട് ചോദിക്കുന്നതാണത്രേ മാധ്യമധർമ്മം. എന്നിട്ട് വേറൊരു വാചകവും കൂടി പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എനിക്ക് വേറെ മാധ്യമങ്ങളുണ്ട്. അതായത് PR എന്ന് പറയും, നമ്മുടെ നാട്ടിൽ PR പണി എന്ന് പറയും. അതായത് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ കയ്യിലുണ്ടല്ലോ. ഈ വയനാട് ഫണ്ട് ഉൾപ്പെടെ ഞാൻ അടിച്ചു മാറ്റി വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ വേറെ മാധ്യമങ്ങളുണ്ടല്ലോ. ഞാനായിട്ട് സ്ക്രിപ്റ്റ് ഇട്ട് നിർത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ചെലവിനും കൊടുത്ത് നിർത്തിയിരിക്കുന്ന ആ മാധ്യമങ്ങൾ, ഞാൻ അതിലൂടെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞോളാം. പിന്നെ കോടതിയിൽ തെളിയിക്കും അത്രേ. ഡീഫർമേഷൻ കൊടുക്കാത്തത് സമയമുണ്ടല്ലോ. സാധാരണഗതിയിൽ നമുക്കെതിരെ ഒരാൾ അപകീർത്തികരമായിട്ടുള്ള, നമ്മൾ ചെയ്യാത്ത കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ എപ്പോഴായിരിക്കും നമ്മൾ പരാതി കൊടുക്കുന്നത്? 6 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും? അല്ലല്ലോ. അപകീർത്തി പരാമർശം എപ്പോൾ വന്നോ അപ്പോൾ കൊടുക്കേണ്ടതായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ എന്താണ് തെളിയുന്നതെന്ന് നിങ്ങൾ തന്നെ ആ ഓഡിയോ കേട്ട് വിലയിരുത്തും. പിന്നീട് ഇപ്പോൾ നിങ്ങളുടെ ആക്ഷൻസ് ആണല്ലോ നടക്കുന്നത്. ആ അന്വേഷണം കൂടി കഴിയട്ടെ. അന്വേഷണം കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താണ് റിയാക്ട് ചെയ്യേണ്ടത്, എപ്പോൾ റിയാക്ട് ചെയ്യണം, എങ്ങനെയൊക്കെ നിയമപരമായി മുന്നോട്ട് പോകണമെന്ന് അത് തീരുമാനിക്കാനുള്ള അവകാശം. തിരിച്ചെത്തിയപ്പോൾ ഒരു വിശദീകരണം നൽകും ജനങ്ങൾക്ക് എന്ന് പറഞ്ഞിരുന്നു. അത് ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ. നിങ്ങൾ പറയുമ്പോഴല്ലല്ലോ ഞാൻ വിശദീകരണം തരുന്നത്. അന്വേഷണം, ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ അന്വേഷണം മുന്നോട്ട് പോകട്ടെ. അന്വേഷണത്തിൽ ഞാൻ തീരുമാനിച്ച, അല്ലെങ്കിൽ ഞാനുമായി ബന്ധമുള്ള ആളുകൾ തീരുമാനിച്ച, നിയമവിദഗ്ധരുമായി ആലോചിച്ചപ്പോൾ തീരുമാനിച്ച ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടം കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തുടങ്ങും. അതുപോലെ തന്നെ പിന്നെ നിയമപരമായ കാര്യങ്ങളൊക്കെ, നിയമപരമായി എന്തെല്ലാം പോരാട്ടം വരാനിരിക്കുന്നു, എൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തെല്ലാം നിയമപരമായ പോരാട്ടം വരാനിരിക്കുന്നു, അതിനൊക്കെ സമയമുണ്ടല്ലോ. എന്തിനാ തിരക്ക് കൂട്ടുന്നത്? അതെന്തിനാ നിങ്ങളെന്തിനാ തിരക്ക് കൂട്ടുന്നത്? നിങ്ങളെന്തിനാ തിരക്ക് കൂട്ടുന്നത്? പുതിയതല്ലല്ലോ. നിങ്ങൾ തിരിച്ചും മറിച്ചും ഒരേ കാര്യം തന്നെയല്ലേ പറയുന്നത്. ഇത്രയും ഒരു 916 ഫ്രോഡ് കേരള രാഷ്ട്രീയത്തിൽ ഇനി പിറക്കാനും പോകുന്നില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. അത്രമാത്രം രാഷ്ട്രീയ ഫ്രോഡാണ്.